നമസ്കാരം, ബിന്ദുവിനയനാണ്. ഇന്ന് കാർപ്പറ്റ് പെറ്റൂണിയെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് തൈകൾ വാങ്ങി, അപ്പോൾ അത് റീപോർട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കാമെന്ന് കരുതി. കുറച്ച് റീപോർട്ട് ചെയ്തത് കാണിക്കാം. കണ്ടോ, ഇത് ബുഷിയായിട്ട് വളരും. വളരെ സെൻസിറ്റീവാണ്. രാസവളങ്ങൾ മാത്രം യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ പോട്ടിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. പോട്ടിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് ആറ്റുമണൽ, പെർലൈറ്റ്, പിന്നെ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സാഫ് ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് ചീച്ചിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്ര എടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം സമമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 സമത്തിനാണ് എടുത്തിരിക്കുന്നത്. മൂന്നും തുല്യമായി എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല ഹോളുള്ളൊരു ഹാങ്ങിങ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചകിരിനാര് ഇത്തിരി കൂടുതൽ വെക്കാം. കുറച്ച് മിശ്രിതം മതി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് വളരെ ലോലമാണ്. അപ്പം മുകൾ ഭാഗത്ത് തന്നെയായിരിക്കും വേര് നിൽക്കുക. ഇതിലേക്ക് വേര് ഇറങ്ങിയാലും കുഴപ്പമില്ലല്ലോ. അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചകിരിനാര് ഇട്ടതിന് ശേഷം കുറച്ച് പോട്ടിംഗ് മിക്സ് ഇട്ടു. അതിൽ നടുവിൽ ചെറിയ കുഴി പോലെ ആക്കിയിട്ട് ഹ്യൂമിക് ആസിഡ് വേരുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്, അതിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മണ്ണിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ തൈ നെറ്റ് പോട്ടിലാണ്. അതിങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അതിങ്ങോട്ട് പോരും. കണ്ടോ, അത് നടുവിലായിട്ട് ഇങ്ങനെ വെക്കുക. പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബസാക്കോട്ട് ഇട്ട് കൊടുക്കാം. സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് NPK. ഒരു 3 മാസമെങ്കിലും ഇത് ചെടിക്ക് ഗുണം ചെയ്യും. എന്നിട്ട് മണ്ണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ചെടി നട്ട് കഴിഞ്ഞു. ഹാങ്ങിങ് പോട്ടാണ്, അപ്പോൾ ഹാങ് ചെയ്തിടുന്നതാണ് നല്ലത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിക്കണം. നല്ല വെയിൽ കൊള്ളാം, കുഴപ്പമില്ല. വളങ്ങൾ രാസവളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. NPK 19-19 ആഴ്ചയിൽ കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് എപ്സം സാൾട്ടും കൊടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.